Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KM PYQ സീരീസ് പാർട്ട് 9 ആണ്. മാത്തമാറ്റിക്സ് പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. First question, let Z equal to x plus iy be a complex number where I equal to root of -1 is the complex unit, then modulus Z minus 1 plus I equal to 5 is a circle with. അപ്പോൾ നോക്കൂ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മോഡ് സെഡ് മൈനസ് 1 പ്ലസ് ഐ ഈക്വൽ ടു 5 എന്ന് പറയുന്നത് ഒരു സർക്കിൾ ആണ്. അതിന്റെ സെന്റർ ഏതാണ്, റേഡിയസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഈ സെഡ് എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം? എക്സ് പ്ലസ് ഐ വൈ മൈനസ് 1 പ്ലസ് ഐ ഈക്വൽ ടു 5 എന്ന് എഴുതാം. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കമ്പൈൻ ചെയ്താൽ എക്സ് മൈനസ് 1 പ്ലസ് 5 പ്ലസ് 1 ഐ ഈക്വൽ ടു 5. ഇതെന്ന് പറയുന്നത് ഏത് സർക്കിളാണ്? സർക്കിൾ വിത്ത് സെന്റർ. ഇവിടെ എച്ച് എന്ന് പറയുന്നത് 1 മൈനസ് 1, റേഡിയസ് സെന്റർ 1 മൈനസ് 1ഉം റേഡിയസ് ആർ എന്ന് പറയുന്നത് 5 ആയിട്ടുള്ള ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണത്. അപ്പൊ അത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഇ, സെന്റർ ആയിട്ട് 1 മൈനസ് 1 ആൻഡ് റേഡിയസ് 5. Let Z be a complex number such that Z cube plus I Z square minus I Z plus 1 equal to 0, where I square equal to minus 1, then mod Z equal to. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിലെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ക്ലബ് ചെയ്തു. എന്നിട്ട് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇവിടെ 0 ആയ കാരണം 0 ഇക്വേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് Z cube plus 1 equal to 0യും Z square minus Z equal to 0യും വന്നു. ഇതിൽ നിന്നും Z cube equal to minus 1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് മോഡ് Z എന്ന് പറഞ്ഞാൽ ക്യൂബിക് റൂട്ട് ഓഫ് 1, ദാറ്റ് ഈസ് മോഡ് Z equal to 1 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്തപ്പോൾ 1 കിട്ടി. സിമിലർലി ഇമാജിനറി പാർട്ട് 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ ടു 1, മോഡ് സെറ്റിന്റെ വാല്യൂ ഈക്വൽ ടു 1 തന്നെയാണ് കിട്ടുന്നത്. Next, real part of 1 plus sin 2 pi by 27 minus I cos 2 pi by 27 divided by 1 plus sin 2 pi by 27 plus I cos 2 pi by 27. ഇപ്പൊ ഇതിലെ തീറ്റ എല്ലാറ്റിലും സെയിം ആണ്. അപ്പൊ നമുക്ക് തീറ്റ ഈക്വൽ ടു 2 pi by 27 എഴുതിയിട്ട് ആ എക്സ്പ്രഷൻ എഴുതിയാൽ 1 plus sin തീറ്റ മൈനസ് I cos തീറ്റ ബൈ 1 plus sin തീറ്റ പ്ലസ് I cos തീറ്റ എന്ന് വന്നു. ഇനി ഞാൻ തീറ്റേനെ പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് പറയുകയാണെങ്കിൽ എന്ത് എഴുതാം? ഈ സൈൻ തീറ്റേനെ എനിക്ക് എങ്ങനെ എഴുതാം? കോസ് പൈ ബൈ 2 മൈനസ് തീറ്റ. കോസ് തീറ്റ എന്ന് പറഞ്ഞത് സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് എഴുതാം. സൈൻ തീറ്റേനെ കോസ് പൈ ബൈ 2 മൈനസ് തീറ്റ, കോസ് തീറ്റേനെ സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ എന്നും എഴുതാം. അത് നമുക്കറിയാലോ, ആ റിലേഷൻ ആണ്. കോസ് പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയും സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയുമാണ്. ദെൻ ഈ പൈ ബൈ 2 മൈനസ് തീറ്റയാണ് ഇപ്പൊ പുതിയ ആംഗിൾ. ആ പൈ ബൈ 2 മൈനസ് തീറ്റയ്ക്ക് നമ്മൾ 5 എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അപ്പൊ ഈ എക്സ്പ്രഷൻ എന്തായി? 1 പ്ലസ് കോസ് 5 മൈനസ് ഐ സൈൻ 5 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് 5 പ്ലസ് ഐ സൈൻ 5. ഇവിടെ മൈനസും ഇവിടെ പ്ലസും ആയ കാരണം അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഹാഫ് ആംഗിൾ ഫോർമുല യൂസ് ചെയ്തിട്ട് 1 പ്ലസ് കോസ് 5 എന്നുള്ളതിനെ 2 കോസ് സ്ക്വയർ 5 ബൈ 2 എന്നും സൈൻ 5നെ 2 സൈൻ 5 ബൈ 2 കോസ് 5 ബൈ 2 എന്നും എഴുതാം. സിമിലർലി ഡിനോമിനേറ്ററിലും അതേ റിലേഷൻ തന്നെ വരുന്നുണ്ട്. ഈ ന്യൂമറേറ്ററിൽ നിന്ന് 2 cos 5 by 2 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി cos 5 by 2 മൈനസ് ഐ സൈൻ 5 by 2. ഡിനോമിനേറ്ററിലും സിമിലർലി 2 cos 5 by 2 കോമൺ ആയി എടുത്താൽ cos 5 by 2 പ്ലസ് ഐ സൈൻ 5 by 2 എന്നും വരും. ഈ രണ്ട് ടേമും കട്ടായി പോയി, ബാക്കി ഈ ഒരു ടേം ഉണ്ട്. ഇതെന്ന് പറഞ്ഞാല് കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇറെസ്റ്റ് മൈനസ് ഐ തീറ്റയാണ്. ദാറ്റ് ഈസ് ഇറെസ്റ്റ് മൈനസ് ഐ 5 by 2. കോസ് 5 by 2 പ്ലസ് ഐ സൈൻ 5 by 2 എന്ന് പറഞ്ഞാല് ഇറെസ്റ്റ് ഐ 5 by 2 ആണ്. അപ്പൊ ഇവിടെ ഇ റേസ് ടു മൈനസ് ഐ 5 by 2 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ഐ 5 by 2 എന്ന് പറഞ്ഞാല് എന്ത് എഴുതാം? ഇ റേസ് ടു മൈനസ് ഐ 5 by 2 മൈനസ് 5 by 2 എന്ന് വരും. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ഐ 5, ദാറ്റ് ഈസ് കോസ് 5 മൈനസ് ഐ സൈൻ 5 എന്ന് എഴുതാം. ഇവിടെ 5 ഇവിടുത്തെ റിലേഷൻ മനസ്സിലായല്ലോ. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ഐ 5 by 2 മൈനസ് ഐ 5 by 2 എന്നാണ് വരിക. മൈനസ് ഐ 5 by 2 മൈനസ് ഐ 5 by 2 എന്ത് വരും? മൈനസ് ഐ വരും, ഐ 5 വരും. അപ്പൊ ഈ റെസ്റ്റ് മൈനസ് ഐ 5 എന്ന് പറഞ്ഞാൽ കോസ് 5 മൈനസ് ഐ സൈൻ 5 ആണ്. അതായത് 5 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിരിക്കുന്നത്? 5 by 2 മൈനസ് തീറ്റയാണ്. ദാറ്റ് ഈസ് കോസ് 5 by 2 മൈനസ് തീറ്റ മൈനസ് ഐ സൈൻ 5 by 2 മൈനസ് തീറ്റ. കോസ് 5 by 2 മൈനസ് തീറ്റ എന്താണ്? സൈൻ തീറ്റ. സൈൻ 5 by 2 മൈനസ് തീറ്റ കോസ് തീറ്റയാണ്. തീറ്റയുടെ വാല്യൂ എന്താ?
സൈൻ 2π/27 ആണ്. അപ്പൊ സൈൻ 2π/27 മൈനസ് ഐ കോസ് 2π/27 വരും. ക്വസ്റ്റ്യൻ എന്താണ്? റിയൽ പാർട്ട് ഓഫ് ദിസ് എക്സ്പ്രഷൻ ആണ്. അപ്പൊ ഇതിന്റെ റിയൽ പാർട്ട് ഏതാണ്? ഐ ഇല്ലാത്ത ടേം, ദാറ്റ് ഈസ് സൈൻ 2π/7 ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Next is the 25th term of 931 1/3 1/9 1/7 etc. is. അപ്പൊ 25th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഗിവൺ സീരീസ് എന്ന് പറയുന്നത് ഒരു ജി പി ആണ്. അതിന്റെ ഇത് 7 അല്ല 9 ആണ് കേട്ടോ. റേഡിയസ് ഇതിന്റെ കോമൺ റേഷ്യോ R എന്ന് പറയുന്നത് 1/3 ആണ്. നമുക്ക് nth ടേമിനെ എങ്ങനെ എഴുതാം? ഒരു ജി പിയുടെ nth ടേം എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ടേം ഇൻറ്റു കോമൺ റേഷ്യോ റേസ് ടു n-1 ആണ്. അപ്പൊ നമുക്ക് 25th ടേം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേം എന്താണ്? 9. R കോമൺ റേഷ്യോ 1/3 റേസ് ടു 24 വരും. അതായത് 9 ഇൻറ്റു 1/3 raised to 24. ഈ 9 എനിക്ക് എങ്ങനെ എഴുതാം? 3² എഴുതാം. 1/3 into 3 raised to 24. 1/3 raised to 22 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. The first three terms in a GP are A, B, C, where A not equal to B. The fifth term is. അപ്പൊ എയും ബിയും സി എന്നും പറയുന്നത് ജി പി ആണ് തന്നിട്ടുണ്ട്. അതിൽ എയും ബിയും നോട്ട് ഈ സെയിം വാല്യൂസ് അല്ല. അങ്ങനെയാണെങ്കിൽ ഫിഫ്ത്ത് ടേം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് കോമൺ റേഷ്യോ എന്ത് ചെയ്താം? കോമൺ റേഷ്യോ എന്ന് പറയുന്നത് B/A ഷുഡ് ബി ഈക്വൽ ടു C/B ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഈ ഒരു റിലേഷനിൽ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ B² ഈക്വൽ ടു AC എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് ഏതാ? ഫിഫ്ത്ത് ടേം ആണ്. ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ടേം A ഇൻറ്റു കോമൺ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? കോമൺ റേഷ്യോ എന്ന് പറയുന്നത് B/A അല്ലേ? കോമൺ റേഷ്യോ B/A റേസ് ടു 4 വരും. അപ്പോ ഇവിടെ ബി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാം? B² ഈക്വൽ ടു AC ആണ്. അപ്പൊ B raised to 4/A raised to 4, that is A into B² all square divided by A raised to 4 ആണ്. B² എന്ന് പറയുന്നത് AC ആണ്. AC യുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ A raised to 4. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് C²/A വരും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Next, the sum of first n terms of a GP is 1023. If the first term is 1 and the common ratio is 2, then the value of n. അപ്പൊ ഫസ്റ്റ് ആദ്യത്തെ n ടേംസിന്റെ സം 1023 ആണ്. അതിൽ A എന്ന് പറയുന്നത് 1 ആണ്, കോമൺ റേഷ്യോ 2 ആണ്. അങ്ങനെയാണെങ്കിൽ n-ന്റെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് nth ടേം സം ഓഫ് n ടേംസിന്റെ ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഈസ് A into R⁻n-1 divided by R-1 equal to 1023. ഫസ്റ്റ് ടേം 1 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 1023 equal to 1 into 2 raised to എത്രയാണ്? n അറിയില്ല. -1 2 raised to n minus 1 2 minus 1. അതായത് 2 raised to n minus 1 ആണ്. അപ്പൊ 2 raised to n equal to 1024. 2 raised to 10 ആണ് ആക്ച്വലി 1024. അപ്പൊ n equal to എന്ത് വരും? 10. സി ആണ് കറക്റ്റ് ആൻസർ. Next question. Let G1, G2, G3 be geometric means between L and N, where L and N are positive real numbers, then the common ratio. അതായത് രണ്ട് നമ്പേഴ്സിന്റെ ഇടയിൽ ജോമെട്രിക് മീൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാല് അതൊരു ജി പി ആയിട്ട് മാറും. ആ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം L വരും, പിന്നെ G1, പിന്നെ G2, പിന്നെ G3, പിന്നെ N. ഇതാണ് നമുക്ക് ഫോം ചെയ്തിട്ടുള്ള ജി പി. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കോമൺ റേഷ്യോ എന്താണ് എന്നുള്ളതാണ്. അപ്പോ കോമൺ റേഷ്യോ എന്താണ് കണ്ടുപിടിക്കുക? ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് N എന്ന് പറയുന്നത് എന്ത് വരും? ഫിഫ്ത്ത് ടേം ഏതാ? N ആണ് അല്ലേ? ലാസ്റ്റ് ടേം N ആണ് ഈ ജി പിയിൽ. അതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം L into R⁻n-1 n 5 - 1 that is 4 വരും. അപ്പൊ അതിൽ നിന്നും R⁻4 equal to n/L വരും. R എന്ന് പറഞ്ഞാൽ n/L all raised to 1/4. ഓക്കെ.
ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Next, 25 distinct objects are divided into 5 groups and each group consists of exactly 5 objects. Then the number of ways of forming such group is. അതായത് 25 ഒബ്ജക്റ്റ് ഉണ്ട്, അതിനെ നമ്മൾ 5 ഗ്രൂപ്പായിട്ട്, ഓരോ ഗ്രൂപ്പിലും 5 ഒബ്ജക്റ്റ് വരുന്ന വിധത്തിൽ 5 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് വേസ് സച്ച് അങ്ങനത്തെ ഗ്രൂപ്പ് എത്ര രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം, ഓരോന്നും ആദ്യത്തെ 5 എണ്ണം, ആദ്യം 25 ഒബ്ജക്റ്റ് ഉണ്ട്, അതിന് 5 രീതിയിൽ എടുത്തു. ബാക്കി എത്ര ഉണ്ട്, 20, അതിന് 5 രീതിയിൽ എടുത്തു. പിന്നെ എത്രയുണ്ടാവും, 15, അതിന് 5 രീതിയിൽ എടുത്തു. പിന്നെ 10 ഉണ്ട്, അതിന് 5 രീതിയിൽ, അല്ലേ? പിന്നെ 5C5 എന്ന് പറയുന്നത് 1 ആണ്, അതാണ് അത് എഴുതാത്തത്. അപ്പൊ ഇങ്ങനെ വന്നു. ഇനി ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആൻസർ കിട്ടും. നമുക്ക് എന്താ വേണ്ടത്, ഈ നമ്പർ ഓഫ് വേസ് ഓഫ് ഫോമിംഗ് സച്ച് ഗ്രൂപ്പ് നമുക്ക് എത്ര ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യണം, എക്സാക്ട്ലി 5 ഒബ്ജക്റ്റ് അല്ലേ? ഓരോ ഗ്രൂപ്പിൽ 5 ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ ഈ ആൻസറിനെ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ, അതായത് 25 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ റേസ് ടു 6 ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി. 1 plus 100C1 plus 100C2 plus etc. up to 100C99 plus 1 equal to. അപ്പൊ നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ അറിയാം. 1 plus x all raised to n equal to sigma k equal to 0 to n nck x raised to k ആണെന്ന്. ഇവിടെ x ന്റെ വാല്യൂ 1 ആണ്, n 100 ആണ്. അപ്പൊ 2 raised to 1 plus 1 2 raised to 100 equal to summation k equal to 0 to 100 100ck into 1 raised to k വരും. 0 മുതൽ 100 വരെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂഷൻ നേരത്തിൽ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. അപ്പോ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 2 raised to 100. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അതായത് ഈ 100C 100 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ അങ്ങനെയാണ് ഈ എക്സ്പ്രഷനിലേക്ക് ഇത് വരുന്നത്. Coefficient of x raised to 10 in 1 minus x square into 1 minus x cube raised to 9 is. അപ്പൊ ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 1 minus x square minus x square into 1 minus x cube raised to 9 വരും. അപ്പൊ ജനറൽ ടേം എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ എക്സ്പാൻഷൻ 1 plus a all raised to n ന്റെ ജനറൽ ടേം NCR a raised to r ആണ്. അപ്പൊ 1 minus x cube all raised to 9 ടേം കൺസിഡർ ചെയ്താലേ അതിന്റെ r plus ജനറൽ ടേം എന്ന് പറഞ്ഞാൽ ACR minus x cube all raised to r ആണ്. ACR minus 1 raised to r x raised to 3r വന്നു. ഇനി നമുക്ക് വേണ്ടത് ഏതാണ്, x raised to 10 ന്റെ കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ 1 minus x cube all raised to 9 കണ്ടുപിടിച്ചു. അതില് 3r എന്ന് പറയുന്നത് 10 ആണ്, അല്ലേ? x raised to 10 ആണ്. x raised to 3r equal to x raised to 10, അതായത് 3r equal to 10. അതിലെ ആറിന് ഏതെങ്കിലും ഒരു ഇന്റീജർ വാല്യൂ കിട്ടില്ലല്ലോ, ഒരൊറ്റ ഇന്റീജർ വാല്യൂ കൊടുത്താലും ഈക്വൽ ടു 10 വരില്ല. അപ്പൊ നമുക്ക് r ഈക്വൽ ടു 0 ആണെന്ന് മനസ്സിലാക്കാം. x raised to 10 ന്റെ കോഎഫിഷ്യന്റ് 0 ആണ്. ഇനി അത് നമുക്ക് വേറൊരു ടേം കൂടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടേം. ഇതിന് എന്ത് വരും നോക്കാം. അപ്പൊ അതിലെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ x raised to 8 ന്റെ കോഎഫിഷ്യന്റ് കണ്ടുപിടിച്ചാൽ മതി. അതായത് x raised to 3r ഈക്വൽ ടു 8 വരും. ആറിന് ഏത് വാല്യൂ കൊടുത്താലും അത് 8 വരില്ല, ഇന്റീജർ വാല്യൂ കൊടുത്താൽ 8 വരില്ല. അപ്പോഴും കോഎഫിഷ്യന്റ് 0 ആണ്. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ.